ഹലോ, എന്തൊക്കെയുണ്ട്? ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. വീട്ടിലുള്ള ഒരു സംഭവം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒന്നിട്ട് പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ മുടി നരക്കുന്നവർക്കാണെങ്കിലും മുടി നരക്കാതിരിക്കാനും നരച്ച മുടി കറുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ മുടി കൊഴിച്ചുള്ളവർക്ക് അത് മാറ്റാൻ പറ്റും. നല്ല തിക്കായിട്ട് നല്ല ഉള്ളോട് കൂടി നല്ല കരുത്തറ്റ മുടി ഉണ്ടാകാനായിട്ട് വീട്ടിലെ ഈ ഒരു സംഭവം മാത്രം മതി. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ എന്താ സംഭവം നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവരും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പിടിയോളം ചെറിയ ഉള്ളിയാണ്. അപ്പോൾ നമുക്ക് ഒരു പിടിയോളം മതി, അധികമൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഈ ഒരു ചെറിയ ഉള്ളിക്ക് പകരം സവാളയും യൂസ് ചെയ്യാം. സവാളയും ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാവാനുള്ള ഒരു സംഭവമാണ്. പക്ഷേ സവാളയെക്കാട്ടും ഇത്രയും കൂടി നല്ലത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തേക്കണത്. അപ്പോൾ ചെറിയ ഉള്ളി നമ്മളിത് ചെയ്യേണ്ടത് ഇതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ നമുക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അല്ലെങ്കിൽ അത് അരഞ്ഞ് നന്നായിട്ട് കിട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ചെറിയ രീതിയിൽ കുറയും. ചിലവർക്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ, ഒന്ന് പുകച്ചിലെടുക്കണ പൊള്ളുന്ന പോലെയൊക്കെ. അപ്പോൾ തലയിൽ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ടാണെങ്കിലും ഇത്തിരി വെള്ളം ചേർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്തേക്കുന്നതാണ്. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താണ് അരച്ച് ഇതേപോലെ ജ്യൂസാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഹെയറിൽ ആഴ്ചയിൽ ഒരിക്കലാണ് ചെയ്യേണ്ടത്. ആഴ്ചയിൽ ഒരിക്കൽ എപ്പോഴെങ്കിലും സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണ കൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഉണ്ടാകും. അതായത് മുടി വളരുന്നില്ല എന്നുള്ള ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാർക്ക് മുടി നന്നായിട്ട് വളരാനായിട്ട്, അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കാനായിട്ടും മുടി കൊഴിഞ്ഞ സ്ഥലത്ത് പുതിയ മുടികൾ കിളിർക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ മുടി നരക്കുന്നവരാണെങ്കിൽ മുടി നല്ല കറുത്ത മുടികൾ ഉണ്ടാവാനായിട്ട്, നല്ല തിക്കായിട്ട് നല്ല ഉള്ളോടുകൂടി മുടി ഉണ്ടാവാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് കണ്ടല്ല, ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അപ്പോൾ അത് ഇവിടെ റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ചെറുതായിട്ട് ഉള്ളിയുടെ ചെറിയ ഒരു തരിയൊക്കെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പ്രേ ബോട്ടിലാക്കിയില്ല. ജസ്റ്റ് നമുക്കിത് അരിച്ചിട്ട് അരിപ്പിലൊക്കെ അരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാം. അത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നമ്മുടെ ഓരോ പോർഷനിൽ നമുക്ക് മുടി കൊഴിച്ചിലുള്ള ഏരിയ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങളിൽ മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കൈ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയിലൊന്നും ആകണമെന്നില്ല, നമ്മുടെ തലയോട്ടിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വല്ലതും ചെയ്താൽ മതി. ദിവസവും ചെയ്യേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യുക. പിന്നെ ചിലവർക്ക് ഇത് എന്താ പറയുക, ചെറിയൊരു അലർജി പോലെ അല്ലെങ്കിൽ ഇറിറ്റേഷൻ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. പിന്നെ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ 2-3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് അരക്കുന്നുണ്ട്. അത്രയും കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. നമ്മൾ ഉള്ളി മാത്രമായിട്ട് അരച്ച് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ ഇത്തിരി ആ ഒരു കോൺസെൻട്രേഷൻ ചിലപ്പോൾ നമുക്ക് തലയിലൊക്കെ ചിലപ്പോൾ താരനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു നീറ്റിലൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അരക്കുകയാണെങ്കിൽ നന്നായിട്ട് അരച്ചും കിട്ടും. അതിൽ അത്രയും കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനും സുഖമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങളിത് അരച്ച് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് അരിപ്പയിൽ അരിച്ചെടുത്തിട്ടൊക്കെ സ്പ്രേ ബോട്ടിലോട്ടൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. തലയോട്ടിൽ മാത്രം മതി. അത് അതിന് ശേഷം ജസ്റ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1 മണിക്കൂറെങ്കിലും അങ്ങനെ തന്നെ ഹെയറിൽ വെക്കുക. എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡെയിലി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇറിറ്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യേണ്ട, അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ തലയിൽ. അപ്പോൾ
മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം. പിന്നെ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. മുടി ഇഴകളിലൊന്നും ആകണമെന്നില്ല, തലയോട്ടിൽ മാത്രം മതി. അതിനുശേഷം കിടന്നുറങ്ങാം. പിറ്റേ ദിവസം രാവിലെ വാഷ് ചെയ്ത് കളയാം. മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ 2 രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രാത്രി കിടക്കാൻ നേരത്ത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ ഇതിൻ്റെ കണ്ടൻസ് ഒക്കെ നന്നായിട്ട് ഹെയറിലോട്ട് അബ്സോർബ് ആകും. അപ്പോൾ ഇത്തിരിയും കൂടി കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഇതിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക. പിന്നെ ഈ ഒരു ഉള്ളിയുടെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ രാത്രി നമ്മൾ കിടന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. ഞാൻ യൂസ് ചെയ്തുകൊണ്ടാണ് പറയണത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്മെല്ല് സഹിക്കാൻ പറ്റാത്തവരാണ് എങ്കിൽ നിങ്ങൾ പകൽ ചെയ്താൽ മതി. 1 മണിക്കൂർ ഇട്ടതിന് ശേഷം വാഷ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്താണ് ഒരു പ്രാവശ്യം യൂസ് ചെയ്തത്. പക്ഷേ പിറ്റേ ദിവസം ഭയങ്കര സ്മെല്ലാണ് മുടിക്കൊക്കെ. ഷാമ്പൂ ചെയ്തിട്ടാണെങ്കിലും ഒരു സ്മെല്ല് എങ്ങനെയോ ഇവിടെയൊക്കെയോ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ട് പിന്നെ ഞാനത് യൂസ് ചെയ്യുമ്പോൾ പകൽ 1 മണിക്കൂറൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ സംഭവം കിടുവാണ് കേട്ടോ. നമുക്ക് തലയിലൊക്കെ പേനുള്ള ആൾക്കാരാണെങ്കിൽ പോലും പേനൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. പേനൊക്കെ ഉണ്ടെങ്കിൽ പേനൊക്കെ പോകുന്നത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തൊട്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.